ഹായ്, വെൽക്കം ടു ആർഎസ് ആസ്ട്രോ ലൈവ്. ഈ ആഴ്ചയിലേക്കുള്ള സാഗിറ്റേറിയസിനുള്ള റീഡിംഗ് നോക്കാം നമുക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. എബ്രോഡ് റിലേറ്റഡ് ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനും, ജോബാണെങ്കിൽ പ്രമോഷനോടുകൂടി പുതിയ പോസ്റ്റിലേക്ക് നല്ല ഇൻക്രിമെൻറ്റോടുകൂടി പോകാനും ചാൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം എന്തുകൊണ്ടും നല്ല സമയമാണ്. നല്ലൊരു ഓഫർ വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അത് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഓഫറാണ്. അതുകൊണ്ട് തന്നെ അതേതായാലും ബിസിനസ്സിലായാലും ലൈഫിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ളതായാലും അത് സ്വീകരിക്കണം. ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ടുള്ള പീരീഡാണ്. ലേഡീസൊക്കെ ആണെങ്കിൽ പ്രഗ്നൻസി പോലുള്ള അമ്മയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ്. ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകാവുന്ന സമയമാണ്. നല്ലൊരു പ്രസ്റ്റീജ് സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊമോഷൻ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ചാൻസും കാണിക്കുന്നുണ്ട്. സോൾ എനർജി ഹാർമണൈസേഷൻ. കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഹാർമണൈസ് ചെയ്യാൻ എനർജി, നമ്മുടെ ഇന്നർ എനർജിയെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഡിറ്റേഷൻ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഒരു ഒറക്കിൾ കാർഡ് എടുത്തിട്ടുണ്ട്. ഏഞ്ചൽ ഓഫ് ബാലൻസ് റിവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഭഗവാന്റെ സഹായത്തിന് വേണ്ടിയിട്ട് അല്പം കൂടി പ്രാർത്ഥിക്കണം. മെഡിറ്റേഷൻ ചെയ്യുകയോ അമ്പലങ്ങളിൽ ഇഷ്ടമുള്ള ദൈവത്തിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുകയോ ഒക്കെ ആവാം. അവന് ഓരോരുത്തർക്കും ആവുന്ന പോലെ അവരുടെ വിശ്വാസം അനുസരിച്ച് വേണ്ട പ്രാർത്ഥനയും കുറച്ച് മെഡിറ്റേഷനോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഭഗവാന്റെ സഹായമുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ അല്പം പുറകോട്ടാണ്. ഭഗവാനെ മറക്കുന്ന ഒരു കണ്ടീഷനാണ് കാണിക്കുന്നത്. ഒരു മുന്നോട്ടുള്ള വെളിച്ചത്തിന് അത് അത്യാവശ്യമാണ്. നമ്മൾ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു റീഡിംഗാണ് വന്നിരിക്കുന്നത്. അല്പം പ്രയറും കാര്യങ്ങളും മെഡിറ്റേഷനും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് വേണ്ട ചികിത്സ എടുക്കാൻ മറക്കരുത്, മടിക്കരുത്.